പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. മികച്ച സാമ്പത്തിക കെട്ടുറപ്പിന് വിരമിക്കൽ ആസൂത്രണം എന്നത് പണം ലാഭിക്കൽ മാത്രമല്ല. വിരമിക്കലിന് ശേഷം സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ സർക്കാർ പിന്തുണയുള്ളതടക്കം നിരവധി നിക്ഷേപ പദ്ധതികൾ ലഭ്യമാണ്. പണം ലാഭിക്കുന്നത് മാത്രമല്ല വിരമിക്കൽ ആസൂത്രണമെന്നത്, മറിച്ച് വർദ്ധിച്ചുവരുന്ന ആയുർദൈർഘ്യം, പണപ്പെരുപ്പം, ആരോഗ്യ സംരക്ഷണ ചെലവുകൾ എന്നിവ കണക്കിലെടുത്തൊരു മികച്ച സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനും കൂടിയാണ്. ഇന്ത്യയിൽ ശമ്പളക്കാർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭ്യമാണെങ്കിലും വിരമിക്കലിന് ശേഷം സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ സർക്കാർ പിന്തുണയുള്ളതും വിപണിയുമായി ബന്ധപ്പെട്ടതുമായ നിരവധി നിക്ഷേപ പദ്ധതികളുണ്ട്. നാഷണൽ പെൻഷൻ സിസ്റ്റമാണ് സർക്കാർ പിന്തുണയുള്ള വോളണ്ടറി റിട്ടയർമെന്റ് പദ്ധതികളിൽ പ്രധാനപ്പെട്ടത്. ഇത് ഇക്വിറ്റി, ബോണ്ടുകൾ, സർക്കാർ സെക്യൂരിറ്റി എന്നിവയിൽ നിക്ഷേപം നടത്തി പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നു. സംഘടിത മേഖലയിലുള്ളവർക്ക് ഏറ്റവും മികച്ചതാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. നിലവിൽ ഇതിന് 8.25% പലിശ ലഭിക്കുന്നുണ്ട്. കൂടാതെ 15 വർഷത്തെ കാലാവധിയുള്ള പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അസംഘടിത മേഖലയ്ക്കുള്ള അടൽ പെൻഷൻ യോജന എന്നിവയും നിക്ഷേപകർക്ക് പരിഗണിക്കാവുന്നതാണ്. വിരമിച്ചവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം. ബാങ്കുകളിലൂടെയും പോസ്റ്റ് ഓഫീസുകളിലൂടെയും ലഭ്യമായ ഈ പദ്ധതി കൃത്യമായ ഇടവേളകളിൽ പലിശ നൽകുന്നതിനാൽ പ്രവചനാതീതമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമാണ്. അതേസമയം പ്രധാനമന്ത്രി വയോവന്ദന യോജന പോലുള്ള ചില പദ്ധതികൾ നിലവിൽ പുതിയ നിക്ഷേപകർക്ക് ലഭ്യമല്ല. സർക്കാർ പദ്ധതികൾക്ക് പുറമെ ദീർഘകാല നിക്ഷേപത്തിന് മ്യൂച്വൽ ഫണ്ടുകളുമുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ നിക്ഷേപം നടത്തുമ്പോൾ വിപണി പ്രയോജനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ലഭിക്കും. ഇക്വിറ്റി ഫണ്ടുകളിൽ റിസ്ക് കൂടുതലാണെങ്കിലും വിരമിക്കൽ അടുക്കുമ്പോൾ നിക്ഷേപകർക്ക് അവരുടെ തുക സുരക്ഷിതമായ മറ്റു കടം അടിസ്ഥാനമാക്കിയുള്ള ഉപകരണങ്ങളിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു വ്യക്തിയുടെ പ്രായം, വരുമാനം, റിസ്ക് എടുക്കാനുള്ള കഴിവ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഏത് പദ്ധതി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.